ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു പ്രൊമോ ഉണ്ട്. ഇതില് ആ വീടിന്റെ പടി ഇറങ്ങാണ് സത്യഭാമയും രാഘവൻ നായരും. അവർ നേരെ വൃദ്ധസദനത്തിലേക്ക് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാല് അവിടെയുള്ള മാനേജർ പറയും, എല്ലാ രീതിയിലും ഞാൻ നോക്കി, ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു, പക്ഷെ നടക്കില്ല. പ്രായപൂർത്തിയായ മക്കളുള്ളപ്പോൾ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയാണ്. അങ്ങനെ ഭാമ അവിടെ നിന്ന് ഇറങ്ങും. രാഘവേട്ടനോട് കാര്യം പറയുമ്പോ രാഘവേട്ടന് അവിടെയും സ്ഥാനമില്ലെന്ന് അറിയുമ്പോൾ തളർന്നു പോവാ ചെയ്യുന്നത്. പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ ഇവിടെ താമസിപ്പിക്കില്ല, എല്ലാം നീയായിട്ട് വരുത്തി വെച്ചതല്ലേ എന്ന് വെക്കുമ്പോ ഭാമ തലതാഴ്ത്താണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് സുസ്മിത വീടിന്റെ താക്കോല് രോഹിത്തിനെ ഏൽപ്പിക്കാണ്. ഇനി അവിടുത്തെ രാജാവ് നീയാണ് എന്ന് പറഞ്ഞ് കീ കൊടുക്കുമ്പോ രോഹിത് അത് വാങ്ങിക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷെ രോഹിത് ഇവരുടെ പക്ഷത്തുനിന്ന് മാറി എല്ലാം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്താണോന്ന് അറിയില്ല. എന്തായാലും അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് എടാ നായേ എന്ന് വിളിച്ച് വിഷ്ണു വന്ന് രോഹിത്തിനെ പിടിച്ചു വലിച്ച് തള്ളിയിട്ട് നല്ലൊരു തല്ല അവിടെ നടക്കുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് പിള്ളച്ചേട്ടൻ ശാലിനിയെ വിളിച്ച് എല്ലാം നഷ്ടപ്പെട്ട കാര്യം പറയണേ. ശാലിനി എല്ലാം കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. പെട്ടെന്നൊരു നീക്കം അത് ശാലിനിയെയും തളർത്തി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമ രാഘവൻ നായരുടെ തോളിലിങ്ങനെ ചാരി കൃഷ്ണവിഗ്രഹം പിടിച്ച് എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലിംഗ് റിവ്യൂ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ രോഹിത്തിന് ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഈ റിവ്യൂ അവസാനിപ്പിക്കുന്നത്. അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്